അങ്ങനെ നമ്മുടെ ഗോമതിക്ക് ഒട്ടും സങ്കടം സഹിക്കാൻ പറ്റാത്ത ധർമ്മനെ കുറേ പിടിച്ച് കരയുന്നുണ്ട്. ധർമ്മനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുക, അതുകൊണ്ട് ഒന്നും പറയാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ കൃഷ്ണമംഗലത്ത് അനുശ്രീ അലോക് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അനുശ്രീ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ് ഈ നോക്കി പേടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനുശ്രീക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നിട്ട് തലയിൽ ഒഴിക്കുന്നുണ്ട്, തിളച്ച സാമ്പാർ ഒഴിക്കുന്നുണ്ട്. അലോകാണെങ്കിൽ അയ്യോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊക്കെ ബഹളം കൂടിയുണ്ട്. ആ സമയത്ത് അച്യുതനും രാജശ്രീയൊക്കെ ഓടി വരുന്നുണ്ട്. ആ സമയത്ത് അച്യുതൻ പറഞ്ഞിട്ട് പോയി കുളിക്കടാ, നീ എന്താ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ അങ്ങോട്ടും പോകാനും ഇങ്ങോട്ടും പോകാനും പറ്റാതെ സാമ്പാറൊക്കെ കണ്ണിൽ നീറിയിട്ട് എങ്ങോട്ടും പോകാതെ തട്ടിത്തടഞ്ഞ് വീഴാനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അച്യുത രാജശ്രീയോട് പറയുന്നുണ്ട് എത്ര പ്രേമായാലും ഇങ്ങനെ തലയിൽ സാമ്പാർ ഒഴിക്കുക, എനിക്കിത് പ്രേമമൊന്നും തോന്നുന്നില്ല പറയുന്നുണ്ട്. ആ സമയത്ത് രാജശ്രീ പറയുന്നുണ്ട് ഇപ്പം ഹണിമൂൺ കാലമല്ലേ അച്യുതേട്ടാ, അതായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ത് മൂണും സണ്ണൊന്നും അല്ല, ഇത് അവർ തമ്മിൽ വല്ലാത്ത ദേഷ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ആ രാജശ്രീ പറയുന്നുണ്ട് അതൊന്നും അല്ല, അനുശ്രീ വന്നിട്ട് കുറേ മാറ്റങ്ങളുണ്ട്, നമ്മളെന്തായാലും വിചാരിച്ചോടത്ത് കാര്യങ്ങളൊക്കെ എത്തും അച്യുതേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ അച്യുതനും ലോകവും കൂടി പൈസയൊക്കെ എണ്ണിയിട്ട് പെട്ടിയിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കണ സമയത്ത് നമ്മുടെ അനുശ്രീയൊക്കെ കണ്ടിട്ട് എന്തായാലും വിജിലൻസ് വിളിക്കുന്നുണ്ട്. അവർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് റെയ്ഡ് ചെയ്യണം വീട് മൊത്തം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് കള്ളപ്പണം ഉണ്ടെന്ന് ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും വീട് മുഴുവൻ അടിച്ച് പെറുക്കിയിട്ട് അവർ പൈസയൊക്കെ കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്തുന്ന സമയത്ത് നമ്മുടെ അച്യുതനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, അവൻ ആകെ കുടുങ്ങിയിരുന്നു. എന്തായാലും നമ്മൾ അനുശ്രീ നല്ലൊരു കളി കളിച്ചു ഇതിൻ്റെ പിന്നിൽ. അച്യുതൻ പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വേഗം പോയി വിജിലൻസ് സാറിൻ്റെ കാലൊക്കെ പിടിക്കുന്നു. സാർ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാം, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, ഇത് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് നമ്മുടെ ദേവമംഗലത്ത് നിന്ന് ആൾക്കാരൊക്കെ ഇവരെ നോക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.